ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ വിവാദ വിഷയങ്ങളിലടക്കം പ്രതികരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ആദ്യ അഭിമുഖം ഇന്ന് ന്യൂസ് മലയാളവുമായി ആയിരുന്നു. ന്യൂസ് മലയാളം അഭിമുഖ പരിപാടിയായ ക്രോസ് ഫയറിൽ മുഖ്യമന്ത്രി ഞങ്ങളുടെ ന്യൂസ് ഡയറക്ടർ TM ഹർഷനുമായി 1 മണിക്കൂർ നേരം സംസാരിച്ചു. അടുത്തിടെ വാർത്തയായ രാഷ്ട്രീയ സമകാലിക വിവാദ വിഷയങ്ങളിലെല്ലാം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെയും പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാട് വ്യക്തമാക്കി. ഇടത് ക്യാമ്പിൽ കലാപക്കൊടി ഉയർത്തി പാർട്ടി വിട്ട G സുധാകരൻ അടക്കമുള്ള നേതാക്കളെ അതിരൂക്ഷമായാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. ശബരിമല യുവതീ പ്രവേശം, ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട്, SNDPയെ പറ്റി, വെള്ളാപ്പള്ളിയെപ്പറ്റി, സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉയർന്ന ബന്ധുവിവാദങ്ങൾ ഇവയെല്ലാം സംബന്ധിച്ച നിലപാടും കാഴ്ചപ്പാടും മുഖ്യമന്ത്രി അഭിമുഖത്തിൽ വ്യക്തമാക്കി. മൂന്നാം പിണറായി സർക്കാർ എന്ന പ്രത്യാശയോടെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ അഭിമുഖത്തിൻ്റെ കൂടി വെളിച്ചത്തിൽ ചില രാഷ്ട്രീയ വായനകൾ രാഷ്ട്രീയമായി പരിശോധിക്കുകയാണ് RDX. ആദ്യം RDX റാപ്പ് കാണാം. 10 വർഷത്തെ ഭരണനേട്ടത്തെ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് നടത്തിയ അഭിമുഖത്തിൽ അടുത്തിടെ പാർട്ടിക്കെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കും വിമതസ്വരങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി. തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വിട്ട G സുധാകരൻ, CC മുകുന്ദൻ, ഐഷ പോറ്റി, TK ഗോവിന്ദൻ എന്നിവർ വർഗ്ഗവഞ്ചകരാണെന്ന പാർട്ടി നിലപാട് മുഖ്യമന്ത്രി ഉറച്ച സ്വരത്തിൽ ആവർത്തിച്ചു. ആലപ്പുഴയിൽ G സുധാകരൻ സ്വീകരിച്ചത് വഞ്ചനാപരമായ നിലപാടാണ്. 3 തവണ ഫോൺ വിളിച്ചിട്ടും സുധാകരൻ എടുത്തില്ലെന്നും ഫോൺ കോൾ വന്നില്ലെന്ന് പിന്നീട് കളവ് പറഞ്ഞെന്നും മുഖ്യമന്ത്രി ക്രോസ് ഫയറിൽ പറഞ്ഞു. G സുധാകരന്റെ നീക്കം പാർട്ടിക്ക് അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും സുധാകരൻ ഇക്കാര്യം മുൻകൂട്ടി തീരുമാനിച്ച് നടത്തിയതായിരുന്നു. സ്ഥാനാർത്ഥിയാകണം എന്ന മോഹമാണ് അടുത്തിടെ ഉണ്ടായ കൊഴിഞ്ഞുപോക്കുകൾക്ക് കാരണം. ഇത് കാലത്തിന്റെ പ്രത്യേകതയാണ്. ശബരിമല യുവതീ പ്രവേശനത്തിലെ നിലപാട് സംബന്ധിച്ച ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി എണ്ണി മറുപടി പറഞ്ഞു. സർക്കാരിന് നിലപാട് മാറ്റമില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം വിശ്വാസ പ്രശ്നത്തിൽ പണ്ഡിതരുടെ നിലപാട് സ്വീകരിക്കുകയാണ് എക്കാലത്തെയും നിലപാടെന്നും ആവർത്തിച്ചു. തുടർഭരണം ജനങ്ങളെ നിരാശരാക്കുമെന്ന് ചിന്തിക്കുന്നവർ 2016-ൽ നമ്മുടെ നാട് എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. RDX റാപ്പ്, ന്യൂസ് മലയാളം. അഭിമുഖത്തിലെ ചില ശ്രദ്ധേയ പ്രതികരണങ്ങൾ കൂടി കണ്ടുവരാം. ഏറ്റവും വലിയ പോരാട്ടത്തിന്റെ സമയത്ത് പാർട്ടിയെ തള്ളിപ്പറഞ്ഞവരും ശത്രുക്കളുടെ കയ്യിലെ ആയുധമായി മാറിയവരും വർഗ്ഗവഞ്ചകരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിച്ചു. G സുധാകരനും ഐഷ പോറ്റിയും അടക്കം തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി വിട്ടവർക്കെതിരെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. തീർത്തും വഞ്ചനാപരമായ നിലപാടാണ് സുധാകരൻ സ്വീകരിച്ചതെന്നാണ് വസ്തുത. ഒരു സഖാവെന്നത് പോട്ടെ, സാധാരണ മനുഷ്യന് ചേരാത്ത രീതിയിലുള്ള വഞ്ചനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തൊരു അവസരവാദിയാണ് അയാൾ നോക്ക്. ആദ്യം കോൺഗ്രസിൻ്റെ കൂടെ പോകുന്നതാണ് പറഞ്ഞത്. എന്തോ കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല എന്നപ്പോൾ നേരെ BJPയിലേക്ക് പോവുകയാണ്. ഇതൊക്കെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് എങ്ങനെയൊക്കെ ആളുകളിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. എല്ലാറ്റിൻ്റെയും പിന്നിൽ എന്താണ്? എനിക്ക് സ്ഥാനാർത്ഥിയാവണം എന്ന വികാരമാണ്. തുടർഭരണം വന്നാൽ പാർട്ടിക്ക് മൂല്യച്യുതി ഉണ്ടാകും എന്ന തരത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകൾക്കുള്ള മറുപടിയും മുഖ്യമന്ത്രി ഇന്ന് ക്രോസ് ഫയറിലൂടെ നൽകി. അതിലേക്ക് കൂടി പാർട്ടി ശക്തമാകേണ്ട കാര്യം എങ്ങനെയെന്നുള്ളത് പാർട്ടി തന്നെ ആലോചിക്കാറുണ്ട്. എല്ലാ ഘട്ടത്തിലും പാർട്ടിയെ നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി സംഘടിപ്പിക്കാറുണ്ട്. അത് പല അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ പാർട്ടി കൃത്യമായി ചെയ്തു വരുന്ന കാര്യമാണ്. അതിനിയും തുറന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ കേരളം ഇന്ന് അഴിമതി ഏറ്റവും കുറഞ്ഞൊരു സംസ്ഥാനമാണ് ഇന്ത്യയിൽ. ആ സ്ഥാനം എങ്ങനെയാണ് കേരളത്തിൽ നേടാൻ കഴിഞ്ഞത്? ഈ 10 വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. അവിടെയാണ് LDFൻ്റെ സംസ്കാരം വേറിട്ട് നിൽക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിന് നിലപാട് മാറ്റം ഇല്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം. സർക്കാർ ഇപ്പോഴും മുൻ നിലപാടിൽ തന്നെയാണ്. അതായത് വിശ്വാസ പ്രശ്നത്തിൽ പണ്ഡിതരുടെ അഭിപ്രായം കൂടി സ്വീകരിക്കുക. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. 2006-ലെ LDF സർക്കാർ തന്നെ പറഞ്ഞിരുന്ന കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച ഈ രംഗത്തെ വിദഗ്ധരും പണ്ഡിതരുമായി നടത്തണം. അതോടൊപ്പം സാമൂഹ്യ പരിഷ്കർത്താക്കളുമായും ചർച്ച ചെയ്യണം. ഇതായിരുന്നു ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതേ കാര്യമാണ് ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്. മനുഷ്യ 1 മണിക്കൂറോളം നീണ്ട ഇൻ്റർവ്യൂ ആയിരുന്നു TM ഹർഷനുമായിട്ടുള്ളത്. രാഷ്ട്രീയ കേരളം ഈ ഘട്ടത്തിൽ ചില ചോദ്യങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. അത്തരം ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നു. ഉത്തരങ്ങൾ മുഖ്യമന്ത്രി നൽകി. അത് പൊതുസമൂഹത്തിന് സ്വീകാര്യമായ ഒരു ഉത്തരമായി കാണുന്നുണ്ടോ? അതിൽ അവ്യക്തതകളുണ്ടോ? അല്ലെങ്കിൽ പൂർണ്ണമായും
തങ്ങളുടെ ഭാഗം വിശദീകരിച്ചു പോകാനായിട്ടുണ്ടോ? ഇതിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ പരാമർശങ്ങളുടെ രാഷ്ട്രീയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അഭിമുഖത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാം. നമ്മുടെ ന്യൂസ് മലയാളത്തിലാണല്ലോ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഈ അഭിമുഖം വരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലം വളരെ സങ്കീർണമായതും അതിപ്രാധാന്യമേറിയതുമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇത് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ പോലെയല്ല. കഴിഞ്ഞ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ വന്ന സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്നത് കൊണ്ട് പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷം വരും എന്ന് ഉറപ്പുള്ള സർക്കാരായിരുന്നു. രണ്ടാമത്തേതിൽ രാഷ്ട്രീയത്തെ സസൂക്ഷ്മം സൂക്ഷിക്കുന്ന ആളുകൾക്ക്, ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഈ കോവിഡ് കാലമൊക്കെ കടന്നതുകൊണ്ടും മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെ കൊണ്ടും രണ്ടാമതും പിണറായി വിജയൻ സർക്കാർ തന്നെ വരും എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഒരു കൺഫ്യൂഷൻ, ഇപ്പോൾ എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നമുക്ക് നിശ്ചിതമായിട്ടും ഇന്നയാൾക്കാണ് അധികാരത്തിൽ വരിക, ഇന്നയാൾക്കൊരു അഡ്ജുണ്ട് എന്ന് പറയാവുന്ന നിലയില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ ഇതൊരു സവിശേഷ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ഒരു പ്രത്യേകതരം ദശാസന്ധിയിൽ എത്തിച്ചേർന്ന് കേരളം നിൽക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട നായകൻ 2 മുന്നണികളെയും 3 മുന്നണികളെയും വെച്ച് നോക്കിയാലും പിണറായി വിജയനാണ്, മുഖ്യമന്ത്രിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ 18 ദിവസം മാത്രമേ നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനായിട്ട് ബാക്കിയുള്ളൂ താനും. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിലെ ദശാബ്ദങ്ങളിലെ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവമാണ് മുഖ്യമന്ത്രി എന്ന നിലക്കുള്ള പിണറായി വിജയൻ്റെ ഈ ഇൻ്റർവ്യൂ ഇന്ന് 3 ചാനലുകൾക്കോ മറ്റോ അദ്ദേഹം ഇൻ്റർവ്യൂ കൊടുത്തു. അതിലെ ഏറ്റവും ആദ്യത്തെ ഇൻ്റർവ്യൂ വന്നത് നമ്മുടെ ചാനലിലാണ് എന്നതാണ് അതിലെ നമ്മൾക്ക് ആഹ്ലാദിക്കാനും ഈ രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ സംഭവത്തിന് നമ്മളാണല്ലോ കളമൊരുക്കിയത് എന്ന സന്തോഷത്തിനും കാരണമുണ്ട്. അതൊന്ന് പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മറ്റേ ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പോയാൽ നമ്മൾ ഇതിനകത്ത് ഞാൻ വേറിട്ട് കണ്ട ഒരു കാര്യം, അതെന്തെങ്കിലും പുതുമയുള്ള വളരെ പ്രത്യേകിച്ചുള്ള കാര്യമൊന്നുമല്ല. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ കണ്ടത് വളരെ ആത്മവിശ്വാസമുള്ളൊരു മുഖ്യമന്ത്രിയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന 2 തവണയും മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ വലിയ കോൺഫിഡൻസിലാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അഭിമുഖത്തിലെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെല്ലാം. നമ്മുടെ ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളാണെങ്കിൽ എല്ലാം പെർഫെക്റ്റായിട്ടാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും മുന്നണിക്കും എതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭരണപരമായിട്ടും രാഷ്ട്രീയവുമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അദ്ദേഹത്തിന് മുന്നിലേക്ക് വെച്ചു. അതായത് ഇപ്പോൾ ജി സുധാകരൻ ഉന്നയിച്ച കാര്യം, പിന്നെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കാര്യം, വർഗീയതയ്ക്ക് നിങ്ങൾ സഹായം കൊടുക്കുകയാണോ എന്ന ചോദ്യം, പിന്നെ സർക്കാരിന് എതിരെയുള്ള അത്തരം കാര്യങ്ങളെല്ലാം ഈ പറയുന്ന ചോദ്യത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തി. പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ഈ അഭിമുഖത്തിലൂടെ അദ്ദേഹം ശ്രമിച്ച ഒരു കാര്യം, ആദ്യത്തെ കാലുഷ്യം നീക്കുക, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും അണികൾക്കിടയിലുള്ള ആദ്യത്തെ കാലുഷ്യം നീക്കുക എന്നതിനെ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുത്തു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അവിടെയാണ് ജി സുധാകരനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വളരെ വിശദമായ മറുപടി അദ്ദേഹം നൽകിയത്. ആ ചോദ്യത്തിന് മറുപടി, ജി സുധാകരൻ ഒരു വർഗ്ഗവഞ്ചകനാണ്, അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു, അതുകൊണ്ട് ഇനി മുതൽ അപ്പുറത്താണ് എന്ന മട്ടിൽ തള്ളിക്കളയുന്ന കാര്യമല്ല. വ്യക്തിപരമായി തന്നെയും താൻ അതിനകത്ത് ഇൻവോൾവ് ചെയ്ത കാര്യം സമയമെടുത്ത് അദ്ദേഹം വിശദീകരിച്ചു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതൊരു കാലുഷ്യം ഈ ഒരുപക്ഷെ ആലപ്പുഴയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒരുപക്ഷെ അങ്ങനെ ഒരു കാലുഷ്യം പുറത്തെല്ലായിടത്തും ഉണ്ടാക്കിയേക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സാഹചര്യം അദ്ദേഹം കണ്ടിട്ടുണ്ടാകണം. ഞാൻ തന്നെ 3 വട്ടം വിളിച്ചു, ജി സുധാകരൻ ഫോൺ എടുത്തില്ല എന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പം വ്യക്തിപരമായിട്ട് തന്നെയും ഇത് അണികൾക്കിടയിൽ കാര്യങ്ങൾ എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാര്യമായിട്ട് തന്നെയും വിശദീകരിക്കാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണോ ഇയാൾ ഈ ചെയ്തിരിക്കുന്നത് എന്ന മട്ടിൽ പൊതുസമൂഹത്തിനാകെ തന്നെയും വളരെ വഞ്ചനാപൂർവമായ നിലപാടാണ് സുധാകരൻ സ്വീകരിച്ചത് എന്നത് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ വാക്കുകളെ അങ്ങനെ ഉപയോഗിച്ചതായിട്ടും എനിക്ക് തോന്നി. വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിലാണെങ്കിലും ആ നിലക്കുള്ള കാര്യമാണ് ചെയ്തത്. പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അത്രക്കങ്ങോട്ട് വിശദീകരിച്ചില്ലെങ്കിലും ഇത്രയും മഹാനായിട്ടുള്ള പിണറായി വിജയൻ എങ്ങനെ ഇത് അംഗീകരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നൊരു ചോദ്യം ടി കെ ഗോവിന്ദൻ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ആ കാര്യത്തിൽ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 1 മണിക്കൂറിനടുത്ത് നീണ്ടു നിൽക്കുന്ന ഈ അഭിമുഖത്തിൽ നമ്മളിപ്പോൾ പലതവണയായിട്ട് അത് കാണിച്ചു, അതുകൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൂടെ വിശദീകരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ കാര്യങ്ങളെ മുന്നോട്ട് വെക്കുകയും, ഒന്ന് ഈ പറയുന്ന ആത്മവിശ്വാസ പ്രകടനം, രണ്ടാമത്തേത് കേരള പ്രൈഡ് എന്നൊരു സംഗതിയെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് 10 വർഷമായിട്ട് ഞങ്ങൾ ഭരിക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുന്നു, ഞങ്ങൾ ഉണ്ടാക്കിയുള്ള വ്യത്യസ്തത നിങ്ങൾ കണ്ടില്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, അത് സവിശേഷതയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചറിൽ ഹൈവേ വികസനം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഈ അഭിമുഖത്തിൽ എൻ്റെ സർക്കാർ വ്യത്യസ്തമാണ് എന്ന് പറയാനായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന
പദ്ധതിയാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് വോട്ട് ചോദിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഗ്രൗണ്ട്, അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ നില ഏറ്റവും സാധാരണക്കാരായ, ഏറ്റവും പാവപ്പെട്ടവരായ തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്കിടയിലാണ് എന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും അറിയാം. ഞങ്ങളിതാ വലിയ മണിമാളികകൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു, ഞങ്ങൾ സ്കൂൾ മെച്ചപ്പെടുത്തിയിരിക്കുന്നു, ഞങ്ങൾ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് പറയാം. അതൊക്കെ അദ്ദേഹത്തിന് ക്രെഡിറ്റിലുണ്ട്. പക്ഷേ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്, നോക്കൂ, ഇത്രമാത്രം സംസ്ഥാനങ്ങളുണ്ടല്ലോ രാജ്യത്ത്, പക്ഷേ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം എന്നതൊരു പദ്ധതിയായി എടുത്ത മറ്റാരാണുള്ളത്? അതാണ് LDFിൻ്റെ സവിശേഷത എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു കേരള പ്രൈഡ് എന്ന് വെച്ചാൽ സ്വന്തം സർക്കാരിൻ്റെ മുകളിലുള്ളൊരു അഭിമാന പ്രകടനവും ഇത് അടുത്ത സർക്കാരും ഞങ്ങളുടേതായിരിക്കും എന്ന വലിയ ആത്മവിശ്വാസ പ്രകടനവും, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ അഭിമുഖത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. ശ്യാമിലിക്കോ? എനിക്ക് അതായത് LDF ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് തന്നെ LDF അല്ലാതെ മറ്റാര് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. അതാണല്ലോ അവരുടെ ക്യാമ്പയിനിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന ആ പാർട്ടിക്ക് പിണറായി അല്ലാതെ മറ്റാര് എന്ന് പറയേണ്ടി വരും. അതിനുള്ള വെറും ഒരു മണിക്കൂറിലുള്ള അതിലുള്ള വിവിധ വിഷയങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇനി ഇതിൽ വിശ്വസിക്കാത്തവർ പോലും രാഷ്ട്രീയ അനുഭവം മാറ്റിവെച്ച് കണ്ടു കഴിഞ്ഞാൽ പോലും ഒരു പാർട്ടിയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോഴുള്ള ഒരു വിഷൻ നമുക്കിതിലൂടെ കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് രാഷ്ട്രീയ പ്രതിരോധിക്കുന്നതിൽ ഉള്ള കണിശത, അത് സമുദായങ്ങളോടുള്ള സമീപനം, വിശ്വാസത്തിലെ വ്യക്തത, പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്നവരോടുള്ള സമീപനം എന്നടക്കം ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നിയുള്ള അദ്ദേഹത്തിൻ്റെ കൃത്യതയാർന്ന ഉത്തരം എന്ന നിലക്കാണ് എനിക്കിതിനെ കാണാൻ കഴിഞ്ഞത്. ഞാനും ഈ പറയുന്ന പോലെ രാഷ്ട്രീയ അനുഭവം എല്ലാം മാറ്റിവെച്ച് സാധാരണ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇൻ്റർവ്യൂവിന് സമീപിക്കുമ്പോഴും എനിക്കിങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. അതിൽ ഉദാഹരണം പറഞ്ഞ സ്വാഭാവികമായും മുൻപില്ലാത്ത വിധം സംഘടനാ പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ CPM ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളത് തർക്കമില്ല. സനീഷ് പറഞ്ഞതുപോലെ വലിയ കാലുഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലുഷ്യം നീക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തെ ഒരു ഘടകം. അതിൽ ഇത്രയധികം മുൻ MLA-മാരായിരുന്നവർ പോലും പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നൊരു അനിതര സാധാരണമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം എടുത്ത് പറയുന്നത് G. സുധാകരൻ്റെ കാര്യം തന്നെയാണ്. 6 പതിറ്റാണ്ട് കാലത്തെ ബന്ധത്തെപ്പറ്റി വലുതായി കൊട്ടിഘോഷിച്ചും പാർട്ടിക്കുമേൽ അത്രയധികം അധിക്ഷേപം ചൊരിഞ്ഞും ഒരാൾ പാർട്ടി വിട്ടു പോയിരിക്കുന്നു. പക്ഷേ വെറും ഒരു വാചകത്തിൽ ആ കാര്യത്തിൽ അണികൾക്കിടയിലോ മറ്റുള്ളവർക്ക് ആയുധമാക്കാവുന്ന ഒരു കാര്യത്തെയോ അദ്ദേഹം അങ്ങ് റദ്ദ് ചെയ്ത് കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ അദ്ദേഹം ഉപയോഗിച്ചത് വർഗവഞ്ചകൻ എന്ന് രണ്ടാമതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സഖാവ് എന്നത് പോട്ടെ, മനുഷ്യനായി ഉള്ളവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത്രയധികം വളരെ എളുപ്പത്തിൽ വളരെ ഈസിയായി അതിനെ അങ്ങനെ മാത്രമേ കാണാവൂ, അതുകൊണ്ട് പാർട്ടിക്ക് യാതൊരു പരിക്കും ഞങ്ങളുടെ ആലപ്പുഴയിലെ പ്രസ്ഥാനത്തിന് യാതൊരു പരിക്കും ഉണ്ടാവില്ല എന്നുള്ളതുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. മറ്റുള്ളവരിലെ സാധാരണ പോലെയുള്ള പിണറായിയെ നമുക്ക് കാണാം, അവരൊക്കെ സ്ഥാനമോഹികളായും കാലത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് അങ്ങനെ കൂടിയും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. കാലത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു, അവരൊക്കെ അധികാരമോഹികളോ പാർലമെൻ്ററി സ്ഥാനമോഹികളോ ആയി പുറത്തു പോയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. വിശ്വാസയോഗ്യവും അതായത് അത്രയധികം കൃത്യമായ വിശദീകരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്, ഒട്ടും ആവലാതിയില്ലായിരുന്നു. ഒരു അഭിമുഖത്തെയോ ഒരു മീഡിയയെ അഭിമുഖീകരിക്കുമ്പോൾ ഒട്ടും ആവലാതിയോ അല്ലലോ ഇല്ലാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു സർവ്വതല സ്പർശിയായ ഒരു വികസനം കേരളത്തിൽ കൊണ്ടുവരാൻ താൻ പ്രതിനിധാനം ചെയ്യുന്ന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൊണ്ട് തന്നെയായിരിക്കും. എങ്കിൽ പോലും അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യത്തിൽ പറ്റി സനീഷ് പറഞ്ഞു, അതൊന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള കാര്യമായിരുന്നു. അതല്ലാതെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ ഞാൻ നോക്കുമ്പോൾ 5000 കോടി ഇൻവെസ്റ്റ് ചെയ്തതും 6000 കോടി ഇൻവെസ്റ്റ് ചെയ്തതുമായ വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും കുറിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് വിഭാഗമായി വരുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹമായിരിക്കും, 18 വയസ്സ് കഴിഞ്ഞവർക്ക്. അത് ഈ 10 വർഷത്തിനിടയിൽ അവരന്ന് വോട്ട് ചെയ്യാത്തവരാണ്. ഈ 10 വർഷത്തിനിടയിൽ ഈ വികസനവും ഒക്കെ കണ്ട് ഈ ഗവൺമെൻറ്റിനോട് ഒരു ആഭിമുഖ്യമുള്ളവരോ ഇല്ലാത്തവരോ ആയിരിക്കാം, അവരെയാണ് ആകർഷിക്കേണ്ടത് എന്നുള്ളൊരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിനെ ഞാൻ കാണുന്നു പിണറായിയിൽ ഈ ഘട്ടത്തിൽ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ആ സമൂഹത്തെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് വിദ്യാഭ്യാസ രംഗമല്ലാതെ മറ്റെന്താണ്? ഉന്നത വിദ്യാഭ്യാസ രംഗം, അതുമായി ബന്ധപ്പെട്ടുള്ള അവിടെ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതുവഴി ഒരു പൗരന് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ, ഈ കാര്യത്തെപ്പറ്റിയാണ് അദ്ദേഹം കൃത്യമായും പറയുന്നത്. ഈ 3 കാര്യങ്ങളാണ് ഇത്രയധികം ഞാൻ പറഞ്ഞില്ലേ സർവ്വതല സ്പർശിയായ വികസനങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം എടുത്തു പറയുന്ന 3 കാര്യങ്ങൾ ഇതായിരുന്നു. അതിൽ 2 കാര്യത്തെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്, വിദ്യാഭ്യാസ മേഖല. അപ്പോൾ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് പരമ്പരാഗത വോട്ടുകൾക്കപ്പുറം നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇതുകൂടിയാണ് എന്നുള്ള ഒരു വിഷൻ അവിടെ ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ തീർച്ചയായും പല ഘട്ടങ്ങളിലും ഈ പാർട്ടിയിലെ മറ്റു നേതാക്കൾക്ക് അവർ നടത്തുന്ന പ്രതികരണങ്ങളിലൂടെ
ചില വിഭാഗം ജനങ്ങളെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പരാമർശം വരുമ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരാണോ എന്ന നിലക്ക് പല നേതാക്കളും അങ്ങനെ സംസാരിക്കുമ്പോൾ അതിലൊരു വ്യക്തത കുറവ് നമുക്ക് വരാറുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് അത് വാർത്തയായി വരികയും ചെയ്യുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ പിണറായി അതിനെ വളരെ ക്ലിയർ കട്ടായിട്ട് അതിനെ അങ്ങ് മാറ്റുകയാണ്. അതായത് RSSനെ വിമർശിക്കുന്നത് ഹിന്ദുക്കൾക്കെതിരാണോ, ജമാഅത്തെ ഇസ്ലാമിനെ വിമർശിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരാണോ, അങ്ങനെയാണ് എന്ന് ചിത്രീകരിക്കുന്നവരാണ് സത്യത്തിൽ വർഗീയവാദികൾ. അവർക്കെതിരെയാണ് ഞങ്ങൾ പോരാടുന്നത്. അവർക്കെതിരെ എല്ലാ കാലത്തും പോരാടിയിട്ടേ ഉള്ളൂ. ഇത്ര ഷാർപ്പായി നിൽക്കുമ്പം ഈ കുട്ടികൾ, അതായത് ഇത് ശ്രദ്ധിക്കുന്ന ഈ യുവസമൂഹം അടക്കമുള്ള കുട്ടികൾ വിചാരിക്കും ഇറ്റ് മേക്സ് സെൻസ്, ഇതിലൊരു കാര്യമുണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അത്രയധികം അടുക്കും ചിട്ടയോടെയും അലമ്പില്ലാതെ അല്ലലില്ലാതെ ചില കാര്യങ്ങൾ പറയുവാൻ ഈ ഘട്ടത്തിൽ, ഇത്ര സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ പറയുവാൻ കഴിയുക എന്നുള്ളത് പിണറായി അല്ലാതെ മറ്റാര് എന്ന് അവരുടെ പാർട്ടിക്കാർ തന്നെ വിചാരിക്കുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണ് എനിക്ക് ഇതേപ്പറ്റിയുള്ള ആകത്തുക. അതിൽ തന്നെ ഇനി അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു, വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു, SNDPയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ സെൻസിബിളായ ഒരു ആൻസറാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ രാഷ്ട്രീയ അനുഭാവം ഇല്ലാതെ അല്ലാതെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സബ്ജക്റ്റീവായിട്ടല്ല അതിനെടുത്തിരിക്കുന്നത്, ഒബ്ജക്റ്റീവായിട്ട് തന്നെ ആ ഇൻ്റർവ്യൂവിനെ സമീപിക്കുമ്പം എനിക്ക് അങ്ങനെയാണ് ഈ ഘട്ടത്തിൽ തോന്നിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നായിരുന്നു പിണറായി സർക്കാരിൻ്റെ രണ്ടാം വരവ്. അന്നോളമുള്ള കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ടൈം ലൈനിൽ എന്തുകൊണ്ടും ഒരു ഡിസ്റപ്ഷൻ ആയിരുന്നു അത്. സർക്കാരിൻ്റെ മൂന്നാം തുടർച്ച എന്ന ലക്ഷ്യത്തോടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ CPIM-ഉം ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ കഴിഞ്ഞ വട്ടം പോലെ തീർത്തും എളുപ്പമല്ല കാര്യങ്ങൾ. ക്രൈസിസ് മാനേജറായ ക്യാപ്റ്റൻ എന്ന പരിവേഷത്തോടെ ആൻറ്റി ഇൻകംപൻസിയുടെ ഭാരം ഏതുമില്ലാതെയാണ് കഴിഞ്ഞ തവണ പിണറായി മുന്നണിയെ വിജയതീരത്തെത്തിച്ചത്. ഭരണനേട്ടങ്ങളേറെ എണ്ണി പറയാനുണ്ടെങ്കിലും കൂടുതൽ കരുത്താർജിച്ച ഒരു പ്രതിപക്ഷത്തെ തന്നെയാണ് പിണറായിക്കും ഇടതുമുന്നണിക്കും ഇത്തവണ നേരിടാനുള്ളത്. കഴിഞ്ഞ തവണ ഇല്ലാത്ത വിധം സംഘടനാ പ്രശ്നങ്ങളും അതിൻ്റെ പൊട്ടലും ചീറ്റലുകളും വാർത്തയായി വരുന്നുണ്ട്. പക്ഷേ പിണറായി ഇന്ന് ന്യൂസ് മലയാളത്തിനും ശേഷം മറ്റ് മാധ്യമങ്ങൾക്കും നൽകിയ അഭിമുഖങ്ങളിലൊക്കെയും പ്രകടിപ്പിക്കുന്ന അപാരമായ ആത്മവിശ്വാസത്തെ അംഗീകരിക്കാതെ വയ്യ. ഇടതുപക്ഷത്തെ നയിക്കാൻ അവർക്ക് പിണറായിയേക്കാൾ തലപ്പൊക്കവും നേതൃശേഷിയുമുള്ള മറ്റൊരു നേതാവ് തത്കാലമില്ല. എതിർപക്ഷത്താണെങ്കിൽ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടുന്ന നേതാക്കളുടെ ധാരാളിത്തവും അതിൻ്റെ കാലുഷ്യവും. ജനവിധി എന്താണെന്നറിയാൻ ഒരു മാസത്തിൽ താഴെ മാത്രം കാത്തിരിപ്പ്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഈ രാഷ്ട്രീയകാലം കരുതിവെച്ച സസ്പെൻസ് എന്താണെന്നറിയാൻ കാത്തിരിക്കും.